ലൈഫ് ആസ് എ സ്പോർട്സ് ഫിസിയോ. എന്താണ് ഈ സ്പോർട്സ് ഫിസിയോ? നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു ക്രിക്കറ്റ് ടീമിന്റെ കൂടെയും ഫുട്ബോൾ ടീമിന്റെ കൂടെയൊക്കെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്നിലധികം ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടാവും. ഐസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഐസ് ഇല്ലാതൊരു കളിയില്ല. പക്ഷേ കാലം മാറിയപ്പോൾ നമ്മുടെ പ്രോട്ടോകോൾസ് ഒക്കെ മാറി. ഐസ് ഒന്നും ഇപ്പം അധികം ആരും യൂസ് ചെയ്യാറില്ല. എന്തുകൊണ്ടാണ് ഐസ് യൂസ് ചെയ്യാത്ത എന്നുള്ളൊരു കാരണം ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ റൈറ്റ് ആൻസർ പിൻ ചെയ്ത് വെക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വിക്ക് ഡിസിഷൻ മേക്കർ ആയിരിക്കണം. നമ്മൾ സാധാരണ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻറ്റിനെ കണ്ട് അസസ് ചെയ്ത് ഗോൾ സെറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ ഇവിടെ നമുക്ക് ഗോൾ സെറ്റ് ചെയ്യാനുള്ള ടൈമൊന്നുമില്ല. ഒരു ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ തന്നെ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റണം, ആ പ്ലെയർ കളിക്കണോ വേണ്ടയോ എന്നുള്ളത്. പിന്നെ മാച്ച് നടക്കുന്നതിൻ്റെ ഇടയിൽ ഇഞ്ചുറി പറ്റുകയാണെങ്കിൽ റഫ് നമ്മളെ വിളിക്കാണ്ട് നമുക്ക് അകത്ത് കയറാനുള്ള ഒരു പെർമിഷൻ ഇല്ല. ഒരു മാച്ചിൽ സമയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ഭയങ്കര കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്ത് ഏത് മോഡ് ഓഫ് ഇഞ്ചുറി ആണ് അവിടെ പറ്റിയേക്കണേന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ പറ്റും. നമ്മൾ ലൈഫിൽ ഡിസിഷൻ എടുക്കാൻ വൈകിയാലും അവിടെ ഡിസിഷൻ എടുക്കാനായിട്ട് ഒട്ടും വൈകരുത്. പിന്നെ ടെക്നിക്കൽ ഏരിയയിൽ നമ്മൾ മാത്രമായിരിക്കും ഉണ്ടാവുക, ഞാനും ഫിസിയോതെറാപ്പിസ്റ്റും കോച്ചും. അതൊരു വലിയൊരു പ്രിവിലേജാണ്. പിന്നെ കുറേ സ്ട്രഗിൾസൊക്കെ ഉണ്ടാവും, പക്ഷെ ഒരു ജ്യൂസ് കുടിച്ച് തീരാവുന്ന പ്രശ്നമുള്ളൂ. അതൊക്കെ നല്ലൊരു കരിയർ ഓപ്ഷനാണ്. പക്ഷേ നമ്മൾ ടീമിൻ്റെ ഉള്ളറിഞ്ഞിരിക്കണം. പിന്നെ അതേപോലെ തന്നെ അവർക്ക് സ്ട്രെച്ചിങ്സ്, അതേപോലെ മോട്ടിവേഷൻ, അവരുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് എല്ലാം നമ്മൾ നോക്കിയിരിക്കണം.